കണ്ണൂരിൽ സീഡ് സൊസൈറ്റി തട്ടിപ്പിൽ പ്രൊമോട്ടർമാർക്ക് ഉൾപ്പെടെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് തട്ടിപ്പിനിരയായ സ്ത്രീകൾ കലക്ടർക്ക് പരാതി നൽകി. 400-ലധികം സ്ത്രീകൾ ഒപ്പിട്ട പരാതിയാണ് കലക്ടർക്ക് നൽകിയത്. വനിതാ സെല്ലിലും പരാതി നൽകിയിട്ടുണ്ട്. പകുതി വിലയ്ക്ക് ഇരുചക്രവാഹനം വാഗ്ദാനം ചെയ്തു നടത്തിയ തട്ടിപ്പിന്റെ വ്യാപ്തി വർദ്ധിക്കുകയാണ്. കണ്ണൂരിൽ വിവിധ ഭാഗത്തു നിന്ന് കൂടുതൽ ആളുകൾ പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇതിനിടെ തട്ടിപ്പിനിരയായവർ കണ്ണൂർ ജില്ലാ കലക്ടർക്ക് പരാതി നൽകി. ജില്ലയിലെ 6 പ്രൊമോട്ടർമാരെ കൂടി പ്രതി ചേർക്കണമെന്നാണ് തട്ടിപ്പിന് ഇരയായവരുടെ ആവശ്യം. ട്യൂഷൻ എടുത്തിട്ടും പണയം വെച്ചിട്ടും അതുപോലെ തന്നെ എന്തൊക്കെയോ കാര്യങ്ങൾ കൂട്ടി വെച്ചതൊക്കെ പണം കൊടുത്ത ആൾക്കാരാ. പിന്നെ ഭർത്താവ് അയച്ചിട്ട് അങ്ങനെയൊക്കെ കൊടുത്ത ആൾക്കാരാ. അപ്പം നമ്മളെ പണം നമുക്ക് തിരിച്ചു കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ കളക്ടറേറ്റിലും കൂടി പരാതി കൊടുക്കാന്നുള്ള രീതിയിൽ വന്നിട്ടുള്ളത്. നമ്മളോട് പ്രൊമോട്ടർമാരാണ് പറഞ്ഞത് നമുക്കിങ്ങനെ ഇന്ന അക്കൗണ്ടിലേക്കാണ് പൈസ ഇടേണ്ടത്. അവരെ അക്കൗണ്ട് അല്ല, നമുക്ക് തന്നൊരു അക്കൗണ്ടിലേക്കാണ് നമ്മൾ പൈസ ഇടേണ്ടത്. ഇത് പിന്നെ പബ്ലിസിറ്റി ആവാൻ കാരണം നമ്മളെ നാട്ടിൽ ഒരു ഓണക്കിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു 3000 രൂപേൻ്റെ സാധനം 1500 രൂപക്ക് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത്രയും ജനങ്ങൾ ഇത് അറിഞ്ഞത് തന്നെ. ഞങ്ങൾ ഈ ഒരു ഇഷ്യൂ അറിഞ്ഞിട്ടും വീണ്ടും ഈ പദ്ധതിയിലേക്ക് ആളെ എടുക്കുകയും ഫണ്ട് സ്വരൂപിക്കുകയും ചെയ്ത കോർഡിനേറ്റർമാരും പ്രൊമോട്ടർമാർക്കും കേസെടുക്കുക, അവർക്ക് അതിന് തക്കതായ ശിക്ഷ കൊടുക്കുക. അതാണ് ഞങ്ങൾ മെയിൻ. പഞ്ചായത്തുമായി ബന്ധപ്പെട്ട വാട്സപ്പ് ഗ്രൂപ്പിൽ ഉൾപ്പെടെ പദ്ധതിയെക്കുറിച്ച് പ്രചരിച്ചത് കണ്ട് സർക്കാർ പദ്ധതിയാണെന്ന് തെറ്റിദ്ധരിച്ച് പൈസ കൊടുത്തവരും ഇക്കൂട്ടത്തിലുണ്ട്. പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്നതാണ് നിങ്ങൾ ഇതിൽ ഇതായി ചേർന്നു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. അതും ആശാ വർക്കർ വന്നിട്ടാണ് നമ്മളെ ചേർത്തത്. അതുകൊണ്ട് മാത്രം നമ്മൾ വിശ്വസിച്ചു, അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഇത് വിശ്വസിക്കൂല. ആ പഞ്ചായത്തിന്റെ പദ്ധതിയാണെന്ന് വിചാരിച്ചതുകൊണ്ട് മാത്രമാണ് ഇതിൽ ചേർന്നത്. അതും ആശാ വർക്കർമാരല്ല വരുന്നത്. അപ്പൊ നമ്മൾ എന്തായാലും വിശ്വസിക്കുമല്ലോ. പകുതി വിലയ്ക്ക് ഇരുചക്രവാഹനം വാഗ്ദാനം ചെയ്തു നടത്തിയ തട്ടിപ്പിൽ ജില്ലയിൽ വിവിധ സ്റ്റേഷനുകളിലായി 2052 പരാതികളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തത്. ജനം, കണ്ണൂർ.